എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ഇന്നത്തെ ദിവസം പരിശോധിക്കാം. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 21 തീയതി 5/3/2026. മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ പല അംഗീകാരങ്ങൾ ലഭിക്കാം. പുതിയ മേഖലയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങളിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടതായി വരുന്നതായി കാണുന്നു. അതുപോലെ സ്റ്റേ തുടങ്ങിയ കാര്യങ്ങൾ മൂലം സ്തംഭനം സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകാവുന്നതാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്ന ദിവസമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ അനുഭവങ്ങൾ വരുന്ന ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് വ്യാഴാഴ്ചയാണ്. വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു ദിവസമായിരിക്കും. ജൂപ്പിറ്ററിൻ്റെ ദിവസമാണ്. ഇന്ന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല അനുഭവങ്ങളുണ്ടാകും. സന്താനത്തിന് അഭിവൃദ്ധി, അതുപോലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സബലീകരിക്കാൻ സാധിക്കും. സാമ്പത്തികമായ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനൊക്കെ സാധിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് ഉണ്ടാവുക. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കുവാൻ സാധിക്കും. കെട്ടിടം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക്, വസ്തു വിൽക്കുവാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റം വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില മനസ്സിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടോ, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് നിയമപരമായ കുരുക്കുകൾ വരുന്നത് കണ്ടോ ഒക്കെ മനപ്രയാസം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുന്നവർക്ക്, നാടൻ ചികിത്സാ രീതികൾ ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായി കാണുന്നു. ഔഷധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സർജറി തുടങ്ങിയ കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു തീരുമാനമെടുക്കുവാനായി സാധിക്കും. വിവാഹാധികാരങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം ഓർഡറുകൾ കിട്ടുവാനും ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും. ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള ആളുകൾക്ക്, ബൊട്ടിക് നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ലാഭകരമായ കച്ചവടം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർത, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം പല കാര്യങ്ങളും അനായാസേന സാധിക്കുവാൻ സാധിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചമായ മാറ്റങ്ങൾ വരുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് ശമനം വരുന്ന വിധത്തിലുള്ള ചികിത്സാരീതികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സിനിമാ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. നാട്യം അല്ലെങ്കിൽ അഭിനയം തുടങ്ങിയ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് സാധ്യതകളുണ്ട്. അതുപോലെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാൻ സാഹചര്യം ഒരുങ്ങുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് മൂലം പരാജയം നേടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതുകൂടാതെ വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പല ഭാഗത്തു നിന്നും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വാർദ്ധക്യത്തിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കൊക്കെ പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നേക്കാം. എന്നാൽ സാമ്പത്തികമായ ചില നേട്ടങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്സവാദി കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്നവർക്ക് ക്ഷേത്രം അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാൾ അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക്
ചില വിമർശനങ്ങൾക്കോ ആരോപണങ്ങൾക്കോ സാധ്യത കാണുന്നു. കൂടാതെ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കുക. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ഗുണപ്രദമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉചിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ട് കാണുന്നു. ഗ്രഹാന്തരീക്ഷം വളരെ കലുഷിതമാകുന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളോ അല്ലെങ്കിൽ സംസാര രീതിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. ഭക്ഷണത്തിൻ്റെ ക്രമക്കേട് മൂലം ചില അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അലർജി സ്ഥിരമായുള്ളവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ അലർജി ഉണ്ടാകുവാനും ആശുപത്രി സന്ദർശനത്തിനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അലർജിയുള്ള വസ്തുക്കൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും അറിയുന്ന ആളുകളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്ക്, വസ്ത്രവ്യാപാരം നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. കച്ചവടത്തിന് സാധ്യത കുറഞ്ഞ ദിവസമായിരിക്കും. അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ പ്രതീക്ഷിക്കുന്നവർക്ക്, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായിരിക്കും. മക്കളുടെ സാന്നിധ്യം മൂലം മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും അവരുടെ സാന്നിധ്യം മൂലം സന്തോഷിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുമിത്രാദികളുമായിട്ട് ചില കലഹങ്ങൾ ഉണ്ടാകുവാനും വസ്തുപരമായ ചില തർക്കങ്ങൾ ഉടലെടുക്കുവാനും സാധ്യത കാണുന്നു. ഗ്രഹം മോടി പിടിപ്പിക്കാനോ പുതിയ ഗ്രഹം വാങ്ങുവാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിര, ആരായി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ഇന്നുണ്ടാകുന്ന തീരുമാനം ചില തെറ്റായ തീരുമാനമാകുവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ തെറ്റായ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ഇന്നത്തെ തീരുമാനം നിങ്ങൾ മാറ്റിവെക്കണം. ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പരാജയപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖം ബാധിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. അപമാനമോ സ്ഥാനഭ്രംശമോ ഉണ്ടാകുവാൻ വരെ ഉതകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. സാഹചര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്ക്, വസ്ത്രവ്യാപാരവും ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ ലാഭകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ കാര്യമാണ് ഉണ്ടാകുക. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കായികമായ ജോലി ചെയ്യുന്നവർക്ക്, മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കലഹം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ നിയന്ത്രിച്ചുപയോഗിക്കുക. മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരുന്നു. ഡിപ്രഷൻ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ വിയോഗം മൂലം ചില മനപ്രയാസം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ബന്ധുക്കളുമായി കലഹിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായുള്ള കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായി കലഹിക്കുന്നത് മൂലം മനസ്സിന് വിഷമമുണ്ടാകുവാനും അല്ലെങ്കിൽ ഗുരുത്തക്കേട് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. പല പിഴവുകളും സംഭവിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. നന്ദികേടെന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും അധികം ഫേവർ ചെയ്യുന്നവർക്ക് ഭാഗ്യം വരുന്നത് കണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ സന്താനങ്ങൾക്കും അഭിവൃദ്ധിയുള്ള ദിവസമാണ്. വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. സഹോദരങ്ങളിൽ ചിലർക്ക് ചില ആപത്തുകൾ വരുവാൻ സാധ്യത കാണുന്നു. അതുപോലെ മനക്ലേശം ഉണ്ടാകാനും സാധ്യത ഉള്ള ദിവസമാണ് ഇന്ന്.
അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് ഓഫറുകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ഇടപെടുവാനും പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുവാനും പുതിയ പാർട്ട്ണർ വന്നു ചേരുവാനും ഒക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ഉറ്റ ബന്ധുക്കളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതറിഞ്ഞ് മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ ധനുക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരുന്ന ദിവസമാണ്. ഔഷധ സേവ കൊണ്ട് ആശ്വാസം ലഭിക്കുന്ന ദിവസവുമായിരിക്കും ഇന്ന്. അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാട, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്രതീക്ഷിതമായ ചില യാത്രകൾ ഉണ്ടാവുകയും ആ യാത്രകൾ സഫലീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. പുതിയ ഏതെങ്കിലും പ്രോജക്റ്റിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. എന്നാൽ പങ്കാളിക്ക് ചില അസുഖങ്ങൾ വരാനും പങ്കാളിയുടെ അസുഖങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വളരെ നല്ല അഭിവൃദ്ധി വരുന്നത് കൊണ്ട് സന്താനങ്ങൾക്ക് പുതിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ട് ഒക്കെ വളരെ സന്തോഷിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ വേർപാടത്ത് ദുഃഖമുണ്ടാവുകയും രാത്രിയിൽ ഉറക്കം ഇല്ലാതാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് അവരവരുടെ രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി ഉറങ്ങാൻ കിടക്കുക. ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ അത് സഹായിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സങ്കീർണമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മൂലം അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നേതൃത്വം വഹിക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപാലകർക്ക്, കേസ് വഴക്ക് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. മേലധികാരികളിൽ നിന്നും വാണിങ്ങുകൾ കിട്ടുവാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം ചില മനക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും ഉദ്യോഗ കയറ്റമുണ്ടാകുവാനും കുറേ നാളുകളായി ആശങ്കപ്പെട്ടിരുന്ന ജോലി സ്ഥിരപ്പെടാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുകൂടാതെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ക്രൈം തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമപാലകർക്കും നിയമം കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ചില ശിക്ഷാ നടപടികൾ ലഭിക്കുന്നതറിഞ്ഞ് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ ആരോഗ്യം ഓർത്ത് വിഷമിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചപ്പെട്ട ഒരു വൈദ്യസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രോണിക് അസുഖമുള്ളവർ തീർച്ചയായിട്ടും ആ അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ബ്ലഡ് പ്രഷർ അധികരിക്കുവാനും ഷുഗർ കുറയുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് മനസ്സിന് മനക്ലേശം ഉണ്ടാകുവാനും ചെറിയ ഡിപ്രഷൻ ഫോം ചെയ്യുവാനും വൈകുന്നേരത്തോടുകൂടി സാധ്യത കാണുന്നു. എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം നാളെ. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.